ആലപ്പുഴയിലെ മുതിർന്ന CPM നേതാവും അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയുമായ ജി സുധാകരൻ കുറച്ചു നാളുകളായി തന്നെ CPM-മായി അകന്നു നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളും ശ്രദ്ധിച്ചാൽ അറിയാം ഇടതുപക്ഷത്തിനെതിരായാണ് നിരന്തരം ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് പിണറായി സർക്കാരിനെതിരെ. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പ്രസ്താവന ഇങ്ങനെയാണ്: നമ്പർ 1 പ്രചരണം എന്ന ഒരു പ്രചരണം നടത്തുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് പിണറായിയും മറ്റ് സഖാക്കളും സൈബർ പോരാളികളും പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങൾ താരതമ്യം ചെയ്തിട്ട് കേരളം നമ്പർ 1 ആണ്. നിങ്ങൾ ഉത്തർപ്രദേശ് കണ്ടിട്ടില്ലേ, മഹാരാഷ്ട്ര കണ്ടില്ലേ, രാജസ്ഥാൻ കണ്ടില്ലേ, ഒറീസ കണ്ടില്ലേ? അങ്ങനെ പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രചരണം നിരന്തരം കേരളത്തിൽ നടക്കുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. നമ്പർ 1 എന്ന പ്രചരണം ശുദ്ധ നുണയാണെന്നാണ് ഒരു BJP നേതാവിന്റെ സ്വരമായി എന്തായാലും ജി സുധാകരൻ മാറുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തന്നെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുണ്ട്, നടപടികളുണ്ട്, അദ്ദേഹത്തെ തരം താഴ്ത്തുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നും അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറയുന്ന രീതിയിലേക്ക് പിന്നോട്ട് പോകുന്നില്ല. ഇത് നുണയാണെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുമ്പോൾ അവരെ BJP അനുകൂലമാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണല്ലോ. അപ്പോൾ ഇദ്ദേഹവും ഇനി BJP ആയി അങ്ങ് CPM നേതാക്കളും പിണറായി വിജയന് പ്രഖ്യാപിക്കുമോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളം എല്ലാത്തിലും നമ്പർ 1 ആണെന്ന പ്രചരണം നുണയാണെന്നാണ് ജി സുധാകരൻ പറയുന്നത്. മാവേലിക്കര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ, വനിതാ സൊസൈറ്റിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ പുരുഷ സമത്വത്തിൽ കേരളം എവിടെയാണ് മുന്നിൽ എന്ന് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുകയാണ്. അത് കൃത്യമാണല്ലോ. സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരോഗമന യൂറോപ്യൻ നിലവാരം പുലർത്തുന്നു എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഷം ഇത്രയാകുന്നു. കേരളത്തിലേക്ക് ഒരു വനിതാ മുഖ്യമന്ത്രിയെ സംഭാവന ചെയ്യാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവരുടെ നേതാക്കളിൽ എത്ര പേർ പ്രധാനപ്പെട്ട വനിതാ നേതാക്കളുണ്ട്? വനിതാ നേതാക്കളെയും പിന്നോക്ക സമുദായങ്ങളെയും ആദിവാസികളെയും എല്ലാം അടിച്ചമർത്തി അവരെ വെറും ഓട്ടുകുത്തികൾ മാത്രമായാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ കാണുന്നത്. അത് തന്നെയാണ് അവസാന ഘട്ടത്തിലെങ്കിലും തന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് അവസാനത്തിലേക്ക് കടക്കുകയാണല്ലോ ജി സുധാകരൻ. കാരണം അദ്ദേഹം SFI മുതൽ പ്രവർത്തിച്ച് കുട്ടിക്കാലം മുതൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക്, പാർട്ടിയിൽ പ്രത്യേകിച്ച് ചുമതലയൊന്നും ഇല്ലാത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായിരിക്കുന്നത്. ആ ബോധോദയം ഉണ്ടായപ്പോൾ കൃത്യമായ ചോദ്യങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയാണ്. സ്ത്രീ പുരുഷ സമത്വത്തിൽ കേരളം എവിടെയാണ് മുന്നിൽ? 21 അംഗ മന്ത്രിസഭയിൽ 3 പേർ മാത്രമാണ് സ്ത്രീകൾ. ഇതിൽ കൂടുതൽ സ്ത്രീകളുള്ള മന്ത്രിസഭകൾ രാജ്യത്തുണ്ട്. അപ്പോൾ സഖാക്കൾ അങ്ങനെയല്ലല്ലോ പറയുന്നത്. രാജ്യത്ത് മികച്ച മന്ത്രിസഭയും വനിതകൾക്കും പിന്നോക്ക സമുദായത്തിനും ന്യൂനപക്ഷങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കേരളത്തിൽ നമ്മുടെ സംസ്ഥാനം കേരളത്തിനേക്കാൾ മികച്ചതുണ്ടെന്നാണ് സ്വന്തം സഖാവ് തന്നെ പറയുന്നത്. അതിനെതിരെ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് SFIക്കാരും DYFIക്കാരും വലിയ രീതിയിൽ മാർച്ച് നടത്തുമോ എന്നുള്ളതും, അതോടൊപ്പം തന്നെ പിണറായി ഭക്തരുടെ പ്രതികരണം എന്തായിരിക്കുമെന്നതും കേരളം കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം പിന്നെയും തുടരുകയാണ്. അദ്ദേഹം എണ്ണി പറയുകയാണ് സ്ത്രീ വിഷയത്തിൽ, അതോടൊപ്പം തന്നെ ഈ സാമൂഹ്യ സുരക്ഷാ വിഷയത്തിൽ. പിന്നീട് പറയുന്നത് കൃത്യമാണ്: വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ 1ാം സ്ഥാനം ഇപ്പോൾ കിട്ടിയതല്ല, രാജഭരണ കാലത്ത് തന്നെ തിരുവിതാംകൂർ 1ാമതായിരുന്നു. ഇത് തന്നെയാണ് നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച മണ്ണിൽ 8 കാലി മമ്മൂഞ്ഞായി കമ്മ്യൂണിസ്റ്റുകൾ അവതരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ പണ്ട് നാം മുന്നിലായിരുന്നു, ഇപ്പോൾ അത് പിന്നിലാണ്. ഇദ്ദേഹം പറയുന്നത് ഇപ്പോൾ 1ാമതില്ല, നാം ഓരോ വർഷം കഴിയും തോറും പിന്നോട്ട് പോകുന്നു. അതിന്റെ കാഴ്ചയാണല്ലോ കുറച്ചു നാളുകളായി നാം കാണുന്നത്. മലയാളികൾ അടക്കമുള്ള വിദ്യാർത്ഥികൾ അയൽ സംസ്ഥാനങ്ങളിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അവർക്ക് കേരളം നോക്കിക്കൊണ്ടിരുന്നാൽ തങ്ങൾക്ക് വളർച്ച കിട്ടില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേരളം 1ാമതാണെങ്കിൽ ആ വിദ്യാർത്ഥികൾ ഇവിടെ നിന്നല്ലേ പഠിക്കേണ്ടത്? 1ാമതല്ലെന്ന് വിദ്യാർത്ഥികൾ തിരിച്ചറിഞ്ഞ ഘട്ടത്തിലാണല്ലോ വിദേശ രാജ്യങ്ങളിലേക്കും അയൽ സംസ്ഥാനങ്ങളിലേക്കും പോകുന്നത്. അതും അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ആരോഗ്യ മേഖലയിലും ഇതാണ്. ഒരു കാലത്ത് മികച്ച ആരോഗ്യ മേഖലാ സംവിധാനം ഉണ്ടായിരുന്ന ആ സർക്കാർ, ആ കേരളം ഇന്ന് ആശുപത്രിയിൽ പോയാൽ ജീവൻ രക്ഷിക്കാനാണല്ലോ ആശുപത്രിയിൽ പോകുന്നത്. ആശുപത്രിയിൽ പോയാൽ വല്ല കെട്ടിടം ഇടിഞ്ഞു വീഴും. അതോടൊപ്പം തന്നെ ഈ ഡോക്ടർമാർ, മികച്ച ചികിത്സ നൽകാനുള്ള ഡോക്ടർമാർ ഇന്ന് സർക്കാർ ആശുപത്രികളിൽ ഇല്ല. ചികിത്സ മാറി തന്ന് വയറിനുള്ളിൽ വലിയ കത്രിക ഇരിക്കും. അതോടൊപ്പം തന്നെ
മറ്റ് സിറിഞ്ചോ ഇരിക്കും. ആ രീതിയിലേക്കുള്ള ഒരു ബുദ്ധിമുട്ടുകൾ പല കേരളത്തിൽ ഉടനീളം വിഷയമാകുന്നുണ്ടല്ലോ. ചികിത്സാ പിഴവ് ഉൾപ്പെടെ ചർച്ചയാകുന്നുണ്ടല്ലോ. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യമില്ല, മികച്ച മരുന്നുകൾ കിട്ടാനില്ല. അതോടൊപ്പം തന്നെ ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സിക്കുന്നതിനേക്കാൾ ഇഷ്ടം വീട്ടിൽ വിളിച്ച് ചികിത്സിക്കുന്നതാണ്. ആ രീതിയിലേക്ക് പോവുകയാണ്. അതിനെയൊന്നും കൃത്യമായി നിയന്ത്രിക്കാൻ ഈ ആരോഗ്യ വകുപ്പിന് കഴിയുന്നില്ല. നിരന്തരം പല ലോകത്ത് എവിടെ അസുഖമുണ്ടായാലും അതിന്റെ ആദ്യം എവിടെ കേരളമായി മാറുകയാണ് എത്തുന്നത്. അത് നിയന്ത്രിക്കുക. അതിപ്പോൾ പറയാം, നാം ലോകത്തെ എല്ലാ ഭാഗത്തും മലയാളികളുണ്ട്, അതുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നതെന്ന് പറയാം. പക്ഷെ അത് കൃത്യമായി തടയാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? ഒരു അസുഖം വന്നു, അത് പടർന്നു പിടിക്കുകയാണ്, അതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് മന്ത്രിയോട് ചോദിക്കുമ്പോൾ മന്ത്രിക്ക് ധാർഷ്ട്യമാണ്. അവർ ഉടനെ തന്നെ കേരളത്തിൽ അതാണല്ലോ, നിയമസഭയിൽ പ്രതിപക്ഷത്തിന് ചോദ്യം ഉന്നയിച്ചാൽ ഉടനെ പറയും യൂറോപ്യൻ നിലവാരം, ഉടനെ കൈ ഉയർത്തും. പിണറായി വിജയൻ പറയും ഇത് എന്തൊരു മാറ്റമാണ്, യൂറോപ്യൻ നിലവാരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് റോഡിന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസ കാര്യത്തിലായാലും ആരോഗ്യ മേഖലയിലും നാം യൂറോപ്യൻ നിലവാരത്തിലേക്ക് മാറിയെന്നാണ് പറയുന്നത്. യൂറോപ്യൻ നിലവാരത്തിലേക്ക് മാറുമ്പോൾ അയൽ സംസ്ഥാനമായ തമിഴ്നാടുമായെങ്കിലും ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിക്കണം. 10, 20, 30 കൊല്ലം മുമ്പ് നമുക്ക് പിന്നിലിരുന്ന തമിഴ്നാട് എന്ന സംസ്ഥാനം ഓരോ ദിവസവും വളർന്ന് ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും എല്ലാം വളർന്നു മുന്നോട്ട് പോകുമ്പോൾ കായിക മേഖലയെക്കുറിച്ചും അദ്ദേഹം ഇതിൽ പറയണമായിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ കായിക മത്സരങ്ങളിലും ഓട്ടത്തിലായാലും മറ്റ് എല്ലാ വിഭാഗങ്ങളിലും വിജയിച്ചു കയറിയിരുന്ന യുവ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ കേരളത്തിനുണ്ടായിരുന്നു. അവിടെ നിന്നെല്ലാം കേരളം വലിയ രീതിയിൽ പിന്നോട്ട് പോയി. ഇന്ന് ആ സ്ഥലത്തേക്ക് ഹരിയാനയും തമിഴ്നാടും അടക്കമുള്ള പുതിയ സംസ്ഥാനങ്ങൾ കയറി വരികയാണ്. അങ്ങനെ നാം ഏതെല്ലാം മേഖലയിൽ മുന്നിൽ നിന്നോ ആ മേഖലയിലെല്ലാം നാം ഇന്ന് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകുന്നു. അത് തന്നെയാണ് സുധാകരൻ ഇതിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയത്. ഇനി പറയും അദ്ദേഹത്തിന് സ്ഥാനമോഹമുള്ളത് കൊണ്ടാണ്, അദ്ദേഹത്തെ പാർട്ടിയിൽ ഉയർത്തിക്കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നതും. പിന്നീട് ഇപ്പോൾ ഇടക്കാലങ്ങളിലെല്ലാം BJP നേതാക്കൾ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ BJP നേതാക്കളുമായുള്ള ആ സൗഹൃദം കൊണ്ടാണെന്നും എല്ലാ സഖാക്കൾക്ക് കൃത്യമായി ക്യാപ്സൂളുകൾ ഇറക്കാൻ അറിയാം. അപ്പോൾ സുധാകരനെതിരെയും കൃത്യമായി തന്നെ ക്യാപ്സൂൾ ഇറങ്ങാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായി തന്നെ പറയുകയാണ്. കാരണം ഇപ്പോൾ ഈ സുധാകരൻ മാത്രമല്ല, കേരളത്തിലെ ഓരോ വ്യക്തികളുടെ മനസ്സിലുള്ള കാര്യമാണ് സുധാകരന്റെ വായിൽ നിന്നും പുറത്തു വന്നത്. നാം എല്ലാ മേഖലയിലും പിന്നോക്കമാണ്, സാമ്പത്തികമായി വലിയ തിരിച്ചടി നേരിടുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങൾ വളരുമ്പോൾ എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം പിന്നോട്ട് പോകുന്നു? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ കഴിവുകെട്ട ഭരണമാണ്. അവർക്ക് സാമ്പത്തികമായ ഒരു ആസൂത്രണമില്ല. കിട്ടുന്ന കാശ് മുഴുവൻ അടിച്ചു തീർക്കുക, അതോടൊപ്പം തന്നെ കടമെടുത്ത് ഓരോ തവണയും കടമെടുത്ത് ഓരോ ആഘോഷത്തിനും കടമെടുത്ത ശേഷം ഇവർ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് കടന്നു വരുമ്പോൾ ഉടൻ തന്നെ അവിടെ ചെങ്കൊടി കുത്തുക, അതോടൊപ്പം തന്നെ ചുവപ്പ് കൊടി കുത്തുക, അത് അവരുടെ സ്ഥിരം ഏർപ്പാടായി മാറിയിരിക്കുകയാണ്. മറിച്ച് അയൽ സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ, അവിടെയെല്ലാം വ്യവസായികളെ ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കേരളത്തിലെ വ്യവസായികൾ കിറ്റക്സ് അടക്കമുള്ളവർ നാം കണ്ടല്ലോ, ജീവനം കൊണ്ട് ഓടുകയാണ്. കേരളത്തിൽ നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ജീവനം കൊണ്ട് ഓടുമ്പോൾ എത്ര പേർക്കാണ് തൊഴിൽ നഷ്ടം? അതുകൊണ്ടല്ലേ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്, സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്, വിദ്യാഭ്യാസ മേഖലയിൽ തകർച്ച ഉണ്ടാകുന്നത്, ആരോഗ്യ മേഖലയിൽ തകർച്ച ഉണ്ടാകുന്നത്. അതെല്ലാം എന്തായാലും സുധാകരൻ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.